എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ 8ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും അതോടൊപ്പം തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമായി ഈ വീഡിയോയിൽ മലയാളം മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളുടെ ടൈമിംഗ് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കതുവരെ സ്കിപ്പ് ചെയ്ത് ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങൾ കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും ചാനൽ ഇതുവരെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് നൽകാനും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് മാറാനുള്ള കാരണങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. ഉത്തരം നോക്കാം. പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ജനസംഖ്യാ വർധനവ്. ഭൂവൽക്കത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോട്, ഏകദേശം 40 കിലോമീറ്റർ കനം. സിഗുറാത്തുകൾ എന്നാൽ എന്ത്? സിഗുറാത്തുകളുടെ ഏതെങ്കിലും ഒരു സവിശേഷത എഴുതുക. എന്താണ് സിഗുറാത്തുകൾ? മെസപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. അടുത്തത് നിങ്ങൾക്കൊരു ഡയഗ്രാം കാണാവുന്നതാണ്. ഈ ഡയഗ്രാം പൂർത്തീകരിക്കാനാണ് ചോദ്യം. എ എന്ന ഭാഗത്ത് R.D. ബാനർജി, ബി എന്ന ഭാഗത്ത് ഹരപ്പ. മധ്യപ്രദേശിലെ പ്രാചീന ശിലായുഗ കേന്ദ്രം ഏത്? ഇതിൻ്റെ പ്രധാന സവിശേഷത എന്ത്? ഉത്തരം ഭീംബേട്ക. അതിൻ്റെ സവിശേഷത കല്ലുകൊണ്ടുള്ള വാസസ്ഥലങ്ങളാണ് അവ. ആറാമത്തെ ചോദ്യം. ആഗ്നേയശിലകൾ രൂപം കൊള്ളുന്നത് എങ്ങനെ? ആഗ്നേയശിലയ്ക്ക് ഒരു ഉദാഹരണം എഴുതുക. ആഗ്നേയശിലകൾ രൂപം കൊള്ളുന്നത് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ഇതിന് ഉദാഹരണമായി ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തതായി 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപക്ഷയം എന്നാൽ എന്ത്? ഏതെങ്കിലും രണ്ടുതരം അപക്ഷയങ്ങളുടെ പേരെഴുതുക. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. അപക്ഷയങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യമാണ്. രാജ്യസഭയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതുക. തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ, സ്ഥിരം സഭയാണ്, കൂടാതെ ഉപരാഷ്ട്രപതിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ. ഹരപ്പയിലെ നഗരങ്ങളെ പ്രധാന സവിശേഷതകളിലൊന്നായ അഴുക്കുചാൽ സംവിധാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് അടുത്ത ചോദ്യം. ഉത്തരം നോക്കാം. വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. സ്ലാബുകൾ ഉപയോഗിച്ച് അവ മൂടിയിരുന്നു. അവ ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? കാലാവസ്ഥ, ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും. അടുത്ത ചോദ്യം നോക്കാം. ചാതൽ ഹൊയുക്കിൽ നിന്ന് ലഭിച്ച തെളിവുകൾ താമ്രശിലായുഗത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നൽകുന്നത്? ഉത്തരം നോക്കാം. നഗരജീവിതത്തിൻ്റെ ആദിമരൂപം നിലനിന്നിരുന്ന കേന്ദ്രം, കൂടാതെ വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്നും കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. അടുത്തതായി 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം. എ കോളത്തിന് യോജിച്ചവ ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദ്യം. ഫറോവ, രാജാവ്. പിരമിഡ്, ശവകുടീരം. ഹൈറോഗ്ലിഫിക്സ്, വിശുദ്ധമായ എഴുത്ത്. സ്ഫിങ്സ്, പ്രതിമ. അടുത്ത ചോദ്യം. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എഴുതുക. വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിനുള്ള വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് അടുത്ത ചോദ്യം. സവിശേഷതകളായി പാത്രനിർമ്മാണം. പ്രാചീന ശിലായുഗത്തിൽ മരനാരുകൾ കൊണ്ട് പാത്രങ്ങൾ നിർമ്മിച്ചു. നവീന ശിലായുഗത്തിൽ മൺപാത്രങ്ങൾ നിർമ്മിച്ചു. ഉപകരണങ്ങൾ. പ്രാചീന ശിലായുഗത്തിൽ ഏതുതരം ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്? പരുക്കൻ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. നവീന ശിലായുഗത്തിൽ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ. പ്രാചീന ശിലായുഗത്തിലെ തൊഴിൽ വേട്ടയാടൽ. നവീന ശിലായുഗത്തിലെ തൊഴിൽ കൃഷി, മൃഗപരിപാലനം. അടുത്തത് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഹരപ്പയിലെ ധാന്യപ്പുരകൾ, കൃഷി എന്നിവയെക്കുറിച്ച് വിശദമാക്കുക.
ഹരപ്പയിലെ ധാന്യപ്പുരകളെപ്പറ്റി ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുമുള്ള കെട്ടിടങ്ങളായിരുന്നു അവ. കൂടാതെ ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി കൃഷിയെ പറ്റിയാണെങ്കിൽ ഗുജറാത്തിലെ റാങ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പരുത്തിയും കൃഷി ചെയ്തിരുന്നു. 16ാമത്തെ ചോദ്യം, നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ വിശകലനം ചെയ്യാനാണ്. മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു, കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു, ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു, തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു, എല്ലുകണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു, തടിയുടെ പിടിയിട്ട് കൈക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളും ഉപയോഗിച്ചു, ചൂണ്ടയും ചാട്ടൊള്ളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. ജീവൻ്റെ നിലനിൽപ്പിന് മണ്ണ് സംരക്ഷണം അനിവാര്യമാണ്. പ്രസ്താവന സാധൂകരിക്കുക. ഇവിടെ വളരെ ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. മണ്ണ് സംരക്ഷണ മാർഗങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. കുറച്ച് ഉത്തരങ്ങൾ നോക്കാം. വനനശീകരണം തടയൽ, വിളപരിവൃത്തി, തട്ടുകൃഷി, തടയണ നിർമ്മാണം, ശാസ്ത്രീയ ഭൂവിനിയോഗം, വനവൽക്കരണം എന്നിവയാണ്. ഇതോടുകൂടി മലയാളം മീഡിയം ചോദ്യങ്ങൾ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ഇതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത സ്ലൈഡിൽ നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ഉത്തരങ്ങൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇത് നോക്കി നിങ്ങൾക്ക് ഉത്തരങ്ങൾ വിലയിരുത്താവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.